പൗരത്വ നിയമ ഭേദഗതിയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത്ത് ചേരുന്നുണ്ട്. അഭിജിത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കാളികളാകുകയാണ്. കേരളത്തിൽ UDF, LDF മുന്നണികളും സഖ്യകക്ഷികളും എല്ലാം പ്രതിഷേധത്തിലുണ്ട്. ഇന്നും പലയിടങ്ങളിലും പ്രതിഷേധം നടത്താനാണ് സാധ്യതയുമുള്ളത്. തീർച്ചയായും അക്ഷയ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം അത് വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ തന്നെ രാജ്യവ്യാപക പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ തുടർന്നു വരുന്നൊരു സാഹചര്യമാണ് വിവിധ രാജ്യങ്ങളിലുള്ളത്. സംസ്ഥാനത്തും അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ആ പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർക്കെതിരെ പോലീസിൻ്റെ നടപടി ഉൾപ്പെടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ മാർച്ചിനെ ആഹ്വാനം ചെയ്ത KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉൾപ്പെടെയുള്ള 62 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. മാത്രമല്ല SDPI പ്രവർത്തകർക്കെതിരെയും പോലീസിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോജിച്ച സമരത്തിനില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇതിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിനനുബന്ധമായി പങ്കുവയ്ക്കാനും കഴിയുന്നു. ഇന്നിപ്പോൾ KPCCയിൽ ഇത്തരത്തിൽ നേതാക്കളുടെ ഒരു യോഗം ചേരുന്നുണ്ട്. KPCC ഭാരവാഹികളുടെയും ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ഉൾപ്പെടെയുള്ളവരുടെ യോഗമുണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തര സ്വഭാവത്തിലുള്ള യോഗമായതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഈ KPCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ ഏതായാലും പങ്കെടുത്തേക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അവർ ഏതായാലും പങ്കെടുക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനും കഴിയുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി തന്നെ പ്രക്ഷോഭം ഉയർന്നു വരുന്ന സാഹചര്യമാണ് പ്രധാനമായും തന്നെ ഉള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗും ഒപ്പം തന്നെ DYFIയും സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമം അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ DYFIയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും സുപ്രീം കോടതിയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. പൗരത്വ ഭേദഗതി നിയമം അത് മരവിപ്പിക്കണമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെയും ആവശ്യം. നേരത്തെ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഹർജി നൽകണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് അദ്ദേഹം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കാനായി നിയമവിദഗ്ധരുമായി നിയമോപദേശം ഉൾപ്പെടെ തേടിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും സംസ്ഥാനം പൂർണ്ണമായും ഇത് നടപ്പിലാക്കില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി തന്നെ നേരത്തെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് അടിവരയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പൗരത്വ ഭേദഗതി നിയമം അത് രാജ്യം പാസ്സാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഒരു മുന്നറിയിപ്പായി പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കളക്ടർമാർ വേണ്ടത് ചെയ്തോളും, മുഖ്യമന്ത്രി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതടക്കമുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും നിയമയുദ്ധങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.